1964 തുടങ്ങുന്നൊരു കഥയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൽ തുടങ്ങുന്ന കഥയാണ്. പിന്നീട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അവസാനിക്കുന്ന ഒരു നരേറ്റീവാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് പക്ഷേ നമ്മളങ്ങനെ ഒരു വളരെ കൃത്യമായ ചരിത്രത്തിൻ്റെ ഒരു പാറ്റേണിൽ മാത്രം പിടിച്ചുപോയ അങ്ങനെ പോയൊരു കഥാരീതിയല്ല. ഇതൊരു കുടുംബത്തിൻ്റെ കഥ പറയാൻ 3 തലമുറകളിലെ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുകയാണ് ചെയ്തത്. ആ കഥ പറയുന്നതിൻ്റെ സോഷ്യൽ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് ഈ സംഗതികൾ കടന്നു വന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാ കാലത്തും നമ്മൾ വായിക്കുകയും കണ്ടും കേട്ടും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ലോകത്തിൻ്റെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു തരത്തിൽ അങ്ങനെ വലിയ റിസർച്ചിൻ്റെ ആവശ്യം സത്യത്തിൽ വന്നിട്ടില്ല. മറ്റൊന്ന് അങ്ങനെ ഒരു ചരിത്രപരമായ ഒരു അക്കാഡമിക്സിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സിനിമാറ്റിക്കായ ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥ പറയുന്ന രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഞാൻ വ്യക്തിപരമായി ഞാൻ പല സംസ്ഥാനങ്ങളിൽ ലേഖകനായിരുന്ന ആളാണ്. ബംഗാൾ റിപ്പോർട്ടറായിരുന്നു, പിന്നെ നാഗാലാൻഡിലുണ്ടായിരുന്നു, യുപിയിലുണ്ടായിരുന്നു, കേരളത്തിലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പല യാത്രകളിലും പല റിപ്പോർട്ടിങ്ങിൻ്റെയും ആവശ്യങ്ങൾക്കൊക്കെ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടെ വരാൻ കഥയിൽ കയറി വരുന്നുണ്ട്. അപ്പം അത് കണ്ടതും കേട്ടതും വായിച്ചതും അനുഭവിച്ചതും ആളുകൾ പറഞ്ഞു കേട്ടതും നമ്മുടെ മുൻ തലമുറകൾ പറഞ്ഞു കേട്ടതെല്ലാം കൂടെ ഇതിനകത്ത് കഥയിൽ സാന്ദർഭികമായി കടന്നു വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനകത്തൊരു സ്റ്റിഫ്നെസ് നമ്മൾ ചരിത്രപരമായ രാഷ്ട്രീയമായിട്ടൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല. സാധാരണ ഒരു കഥ പറച്ചിൽ രീതിയിൽ തന്നെയാണ് പോകുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് പാലക്കാട് കൊല്ലംകോടായിരുന്നു. ഒരു 21 ദിവസം കൊല്ലംകോടായിരുന്നത് ഷൂട്ടുണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ഷെഡ്യൂൾ യുപിയിൽ ലക്നൗവിലായിരുന്നു.